അല തല്ലുന്ന കടലിലേക്ക് അങ്ങനെ ഇറങ്ങിപ്പോയാലോ? ഒരു നിമിഷം ആർത്തലച്ച് വന്ന മഴ. പരസ്പരം കാണാൻ പോലും വയ്യ. ആർദ്ര എഴുന്നേറ്റു നടന്നു. ചെറു തണുപ്പുള്ള പതവെള്ളം കാലിൽ തൊട്ട് തിരികെ പോയി. തന്നെ വിളിക്കുന്നതായിരിക്കും. നനവങ്ങനെ പടർന്നു കയറി മുട്ടൊപ്പം. അതിനു മുകളിൽ അരയ്ക്കുമീതെയായപ്പോൾ വലിയൊരു തിരയിൽ അവളുടെ കാലൊന്നിടറി. ആർദ്ര! പിറകെ വന്ന ദീപൻ അവളെ വലിച്ചിട്ടു കവളിൽ ആഞ്ഞടിച്ചു. എന്താടിയത്? ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്? മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞ അവളെ കാണെ അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. പക്ഷെ ഇനിയൊരിക്കലും തനിക്ക് അവളെ സഹായിക്കാൻ പറ്റില്ല. അതിനേക്കാൾ വലിയൊരു നരകത്തിലേക്കാണ് അവളെ താൻ കൊണ്ടുവിടുന്നത്. ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛാ! അയാളൊന്നു നോക്കി. ആ വരൂ കുട്ടി, കിടക്കാനായോ? ഇല്ല അച്ഛാ. എന്തേ വരാൻ പറഞ്ഞത്? ഇരിക്കടോ. അവളിരുന്നു. അയാൾ എന്തോ പറഞ്ഞു തുടങ്ങാൻ പോകുകയാണെന്ന് തോന്നി. ജയദേവൻ, അവൻ്റെ അപ്പച്ചിയും മോഹിനിയും കൂട്ടായിരുന്നു. ഒന്നിച്ചാണ് പോക്കും വരവുമൊക്കെ. ഞങ്ങൾ പരസ്പരം കണ്ണുകൾ കൊണ്ട് പ്രണയം കൈമാറിയപ്പോൾ അറിഞ്ഞില്ല കൂടെ നടന്നവളും എന്നെ പ്രണയിച്ചിരുന്നു എന്ന്. ഒടുവിൽ മോഹിനിയെ സാക്ഷിയാക്കി അവളത് തുറന്നു പറയുമ്പോൾ എൻ്റെ പ്രണയം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നു പോയിരുന്നു ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് മോഹിനിയെ ഇഷ്ടമാണെന്ന്. അതിനു മുന്നേ അവർ വീട്ടിൽ വന്ന് ആലോചന നടത്തിയ കാര്യം ഞാൻ അറിഞ്ഞില്ല. 3 വീട്ടിലും വിവാഹൊരുക്കങ്ങൾ നടത്തി. അവളുടെ വിവാഹമായിരിക്കുമെന്ന് കരുതി സമാധാനിച്ചു. പക്ഷേ ഞാനായിരിക്കും വരൻ എന്ന് അവസാനം അറിഞ്ഞപ്പോൾ മോഹിനിയെ ഞാൻ താലി കെട്ടി. അവരുടെ ഡ്രൈവറിൻ്റെ മകൻ ആ സമയം അവളെ താലി കെട്ടി. അയാളാണ് ബാലചന്ദ്രൻ. അന്നത്തെ ദേഷ്യം, പക എല്ലാം വളർന്ന് സത്യത്തിൽ ദേവന് ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ല ഉണ്ടായിരുന്നു, സത്യം അറിയും വരെ. അതുവരെ അവരെ ചതിച്ച ഒരാളായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. ഇപ്പോൾ അവനറിയാം സത്യം എന്താണെന്ന്. എന്നോട് സംസാരിക്കും. മോഹിനിയോടും ഏറ്റവും അടുപ്പം ദീപ്തിയായിട്ടാണ്. അയാളൊന്ന് നിശ്വസിച്ചു. ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ദീപനും എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇപ്പോൾ നീ പോലും. ഇല്ല അച്ഛാ, വിഷമിക്കേണ്ട. അല്ലെങ്കിലും ദേവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നില്ല. എനിക്ക് പോകാൻ ഒരിടം അത്രേ നോക്കുന്നുള്ളൂ. അതിൻ്റെ പേരിൽ അച്ഛനും കൂടെ ദീപൻ സാറിനെ വിഷമിപ്പിക്കേണ്ട. മോൾക്ക് ദേഷ്യം തോന്നുന്നില്ലേ? എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം. വേറെ ആരോട് തോന്നാനാണ് ഞാൻ പൊക്കോട്ടെ അച്ഛാ, ഉറക്കം വരുന്നു. അവളെ ചേർത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. ധൈര്യമായി നിൽക്കണം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. വിളിച്ചോളാം. അച്ഛൻ വിഷമിക്കേണ്ട. ഗുഡ് നൈറ്റ്. അവളൊന്ന് ചിരിച്ചിട്ട് സ്റ്റെപ്പ് കയറി. അതെ, ഇന്ന് ദേവേട്ടൻ്റെ ഫസ്റ്റ് നൈറ്റാണ്. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി. ദീപ്തിയാണ്. എന്തേലും പറയാനുണ്ടോ? ഇല്ല. സ്വരം അങ്ങനെ താഴ്ന്നുപോയി. എന്നാ ഉറങ്ങിക്കോ, പുലർച്ചെ പോകേണ്ടേ? ഒന്ന് ചിരിച്ചു കാണിച്ച് അവൾ നടന്നു. നിനക്കെന്താ ദീപ്തി? എന്നാലെങ്കിലും അവൾ എന്തെങ്കിലും പറയട്ടെ എന്ന് കരുതി അമ്മേ. അവൾ ഇത്രേ പാവമായി പോയതെന്താ? വിഷമിപ്പിക്കല്ലേ ദീപ്തി. എനിക്കറിയാം ആ ഉള്ള നീറുന്നത്. ദേവേട്ടൻ്റെ ഫസ്റ്റ് നൈറ്റ് താനല്ലേ ആയിരുന്നത്? ആദ്യമായി അറിഞ്ഞവൾ. ഇനി അവൾ ആ നെഞ്ചിൽ ചേർന്ന് കിടക്കുമായിരിക്കും. ആ ചുണ്ടുകൾ അവളെ ചുംബിക്കുമായിരിക്കും. ആ കൈകൾ അവളെ കെട്ടിപ്പിടിക്കുമായിരിക്കും. പറഞ്ഞതല്ലേ നീയില്ലാതെ മറ്റൊരു സ്ത്രീ ഉണ്ടാകില്ലെന്ന്. ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു കളഞ്ഞു. നല്ലത് മറ്റൊരു സ്ത്രീയും വേണ്ട. പക്ഷേ എന്നെ മറക്കാൻ പറ്റുമോ? കള്ളമല്ലേ പറഞ്ഞത്? പാലുമായി ഒരല്പം നാണത്തോടെ പാർവതി മുറിയിലേക്ക് വന്നു. സെറ്റുമുണ്ട് ചുറ്റി വന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി. ആർദ്ര അവളായിരുന്നില്ലേ വരേണ്ടത്? എന്തിന് വിട്ടുപോയി മോളെ? പാർവതിയല്ലാതെ മറ്റൊരു സ്ത്രീ ഉണ്ടാകില്ല എന്ന് അഗ്നിസാക്ഷിയായി വാക്കുകൊടുത്തതാണ്. പക്ഷെ കഴിയുമോ തനിക്ക്? ഇല്ല, ഒരിക്കലുമില്ല. അവളെന്ന നൂൽ കോർത്ത് വെച്ചിരിക്കുന്ന ഹൃദയമാണ് താൻ. അകലും തോറും വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ദേവേട്ടാ! പിറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ഒന്ന് ഞെട്ടിപ്പോയി. അറപ്പ് തോന്നുന്ന എന്തോ ഒന്ന് ദേഹത്ത് പറ്റിപ്പിടിച്ചതുപോലെ. അവളുടെ കൈ അല്പം ബലം കൊടുത്ത് തന്നെ മാറ്റി. പാർവതി കിടന്നു. ഓഫീസിൽ പോയിട്ട് കുറച്ച് ദിവസമായില്ലേ? മെയിലൊന്ന് ചെക്ക് ചെയ്യണം. ഇന്നുകൂടെ കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ ദേവേട്ടാ? ഇത്രയും ദിവസം മുടക്കായിരുന്നില്ലേ? അവൻ ഉത്തരം മുട്ടി നിന്നു. ദേവേട്ടന് എന്നോടൊപ്പം കിടക്കാൻ മടിയുണ്ടല്ലേ? ഏയ് അല്ലടോ, കള്ളം പറയണ്ട. എടോ സാരല്യ, ഏട്ടൻ പൊയ്ക്കോ. ഇപ്പോഴും അവൾ തന്നെയാണോ മനസ്സിൽ? ഏയ്, അത് ആർദ്രയായിരുന്നു അല്ലേ ദേവേട്ടാ? അവനൊന്ന് മൂളി. എനിക്ക് തോന്നിയിരുന്നു അന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ അവളുടെ കണ്ണിൽ ദേവേട്ടനോടുള്ള പ്രണയമുണ്ടായിരുന്നു. പിന്നെ തിരിച്ചും. അവൻ മറുപടി പറഞ്ഞില്ല. ദേവേട്ടൻ മെയിൽ ചെക്ക് ചെയ്തോ? അവളെ ഒന്ന് നോക്കിയിട്ട് ലാപ്ടോപ്പ് എടുത്ത് നടന്നു. സമയമെടുത്തു. പക്ഷെ എന്നെ വേണ്ടെന്ന് പറയാതിരുന്നാൽ മതി. അതിനൊന്ന് തിരിഞ്ഞു നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. കഴിയില്ല. മറ്റൊരാൾക്കൊപ്പം കിടക്കാൻ തനിക്കാകില്ല. അവളല്ലാതെ. ആർദ്ര.
ഫോണിൽ അവളുടെ ഫോട്ടോസ് എടുത്ത് നോക്കി. അതിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഈ ഫോട്ടോസ് ഇനി വേണ്ട അല്ലേ? അവളുടെ ഫോട്ടോയിൽ ചേർത്ത് ഉമ്മ വയ്ക്കുന്നത് കണ്ട് പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദം കേൾപ്പിക്കാതെ അവൾ അകത്തേക്ക് തിരിഞ്ഞു നടന്നു. സെലക്ട് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അടിക്കാനാവാതെ നിന്നവൻ, വയ്യ, കഴിയില്ല. പാർവതി, എന്നോട് ക്ഷമിക്കൂ. മുംബൈയിലെത്തുമ്പോൾ ആർദ്ര ഒന്ന് വിറച്ചു പോയിരുന്നു എന്നതാണ് സത്യം. എന്തൊക്കെ പറഞ്ഞാലും താൻ വന്നുപെട്ടത് ഒരുവൻ്റെ കയ്യിലാണ്. രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആർക്ക് രക്ഷപ്പെടണം? അവിടെ ജീവിക്കുന്നതിലും നല്ലത് ഇവിടെയാണ്. പുറത്ത് എഡ്വിൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ പുഞ്ചിരി നിറഞ്ഞ മുഖം അവൾക്ക് ഭയം തോന്നി. പക്ഷേ പുറത്തേക്ക് കാണിച്ചില്ല. സോ ദീപൻ വാക്ക് പാലിച്ചു അല്ലേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവളെ ഞാൻ കൊണ്ടുപോകുകയാണ്. ഇത് നീ എനിക്ക് നൽകിയ ഓഫർ. അതിൻ്റെ സൈൻ ചെയ്ത പേപ്പർ എനിക്കൊന്നും വേണ്ട. ആർദ്ര എനിക്കൊപ്പം വരും. ഞങ്ങൾ തിരികെ പോവുകയാണ്. എല്ലാം അങ്ങനെ ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ? തൽക്കാലം മതി. ശരി, പൊയ്ക്കോ. പോകും മുന്നേ തൻ്റെ അനിയത്തി ഇപ്പോൾ എവിടെയാണെന്ന് വിളിച്ചു ചോദിച്ചേ. ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന്. ഒരു സംശയത്തോടെ അവനെ നോക്കിയിട്ട് ദീപ്തിയുടെ നമ്പർ ഡയൽ ചെയ്തു. എത്തിയോ ഏട്ടാ? നീ എവിടെയാ മോളെ? ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാ. എന്തേ? ഒന്നുമില്ല, ഞങ്ങൾ എത്തി. ശരി, ഏട്ടൻ എത്തിയിട്ട് വിളിക്ക്. ഫോൺ കട്ട് ചെയ്തവനെ നോക്കി. തിരിച്ചു പോയിക്കോ. എനിക്ക് ദീപ്തി ആയാലും മതി. എഡ്വിൻ, ദേഷ്യപ്പെടാതെ. അവൻ ആർദ്രയ്ക്ക് നേരെ നോക്കി. അവൾ സമ്മതിച്ചാൽ തനിക്ക് കൊണ്ടുപോകാം. താൻ തിരിച്ചു പോകുന്നോ ഇവൻ്റെ കൂടെ? ഇല്ല സാർ. കേട്ടല്ലോ. അപ്പോൾ ദീപൻ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോയിക്കോ. ആർദ്ര, വരൂ. അവൾ ദീപൻ്റെ കൈ പിടിച്ചു. ദേവേട്ടൻ ഒരിക്കലും അറിയണ്ട ഞാൻ ഇവിടെയാണെന്ന്. വിവാഹം കഴിഞ്ഞപ്പോൾ നാട് വിട്ടുപോയി എന്ന് പറഞ്ഞു. ആർദ്ര, പ്ലീസ്. അതുപോലെ ദേവേട്ടൻ്റെ ഒരു വിശേഷവും എന്നെ അറിയിക്കണ്ട. എനിക്കറിയണ്ട. ഞാൻ മറന്നുകൊണ്ടേയിരിക്കുന്നു. ആർദ്ര, എന്നോട് ദേഷ്യം തോന്നല്ലേ? ഇല്ല സാർ, നന്ദിയാണ് തോന്നുന്നത്. ദേവേട്ടൻ്റെ ഇത്രയും അകലെ എന്നെ കൊണ്ട് എത്തിച്ചതിന് ഒത്തിരി താങ്ക്സ്. സാർ പൊയ്ക്കോ. എടോ, പൊയ്ക്കോ. പുതിയ നമ്പർ എടുത്തിട്ട് വിളിക്കാം. പഴയ നമ്പർ ഞാൻ കളയുകയാണ്. സൂക്ഷിക്കണം. എനിക്കിനി എന്ത് സൂക്ഷിക്കാനാണ്? ആ ആർദ്ര മരിച്ചുപോയി സാർ. ഇത് പുതിയ ആർദ്രയല്ലേ? സാർ പൊയ്ക്കോ. അവൾ ബാഗ് എടുത്ത് തിരിഞ്ഞു. എഡ്വിൻ അത് വാങ്ങി കാറിൽ വെച്ചു. പോകാം. ദീപനെ ഒന്ന് നോക്കിയിട്ട് അവൾ വണ്ടിയിൽ കയറി. എഡ്വിൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ വരാം, 5 മിനിറ്റ്. അവളോടായി പറഞ്ഞിട്ട് അവൻ ദീപൻ്റെ അടുത്തേക്ക് നടന്നു. 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് വന്നത്. അവൾക്ക് എന്തോ അസ്വസ്ഥത തോന്നി. ഛർദ്ദിക്കാൻ തോന്നി. ഗ്ലാസ് താഴ്ത്തി ശ്വാസം ആഞ്ഞു വലിച്ചു. എഡ്വിൻ ചിരിയോടെ ഡോർ തുറന്ന് കയറി. പോകാം. അവനും കാറും ഒരുപോലെ കറങ്ങിത്തിരിയുന്ന പോലെ അടുത്ത നിമിഷം ബോധം മറഞ്ഞ് അങ്ങനെ വീണു. ഓർമ്മ വരുമ്പോൾ മുകളിലെ സ്പീഡിൽ കറങ്ങുന്ന ഫാനാണ് കണ്ണിൽ പെട്ടത്. പതിയെ സൈഡിലേക്ക് നോക്കി. എഡ്വിൻ അവളെ നോക്കി ഇരിപ്പുണ്ട്. സാർ, എണീറ്റോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? അവൾ ചോദ്യഭാവത്തിൽ ഒന്ന് നോക്കി. തല കറങ്ങി വീണതാണ്. ബോധമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അരമണിക്കൂറായി. ദീപൻ സാർ? അവനോട് പറഞ്ഞിട്ടില്ല. പോയി കാണും. അവനെന്തോ പറയാൻ തുടങ്ങി. അപ്പോഴേക്കും ഡോക്ടർ വന്നു. അവൻ എഴുന്നേറ്റു. ഇപ്പോൾ എങ്ങനെയുണ്ട് ആർദ്ര? കുഴപ്പമില്ല ഡോക്ടർ. തൻ്റെ ഹസ്ബൻഡ് പേടിച്ചു പോയി. എന്തായിരുന്നു വെപ്രാളം? അവൾ പതർച്ചയോടെ അവനെ നോക്കി. എനിവേ, കൺഗ്രാജുലേഷൻസ്. പ്രഗ്നൻ്റ് ആണ്. 1 മന്ത്. കണ്ണുകൾ നിറഞ്ഞു. ഈ ട്രിപ്പ് കയറ്റിയിട്ട് വീട്ടിൽ പോകാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. തുടർച്ചയായി ഒരു ഡോക്ടറെ കാണിക്കണം. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ സമാധാനമായല്ലോ ഹസ്ബൻഡിന്? അവൻ അതിനൊന്ന് ചിരിച്ചു. ഡോക്ടർ പോയപ്പോൾ ഒരു ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി അവൾക്ക് നേരെ നീട്ടി. അവൻ്റെ ആയിരിക്കും അല്ലേ? ഒന്ന് മൂളി. അവനറിയോ? ഇല്ല. മരുന്ന് കഴിച്ചില്ലേ? അവൾ മറുപടി പറഞ്ഞില്ല. പ്രഗ്നൻ്റായ നിന്നെ എനിക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ? താടിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി. പിന്നെ ഒന്നുമില്ല. വീട്ടിലേക്ക് പോകാം. അവിടെ എൻ്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട് എന്നൊക്കെ പറയണം. പക്ഷെ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അവരൊക്കെ? പെങ്ങളൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അച്ഛന് സ്ട്രോക്ക് വന്നു. കുറച്ചുനാൾ കിടന്നു. പിന്നെ മരിച്ചു. അപ്പോൾ അമ്മയോ? അമ്മ അച്ഛൻ പോയപ്പോൾ ഒപ്പം പോയി. അപ്പോൾ സാറിന് ആരുമില്ലേ? ആർദ്രയ്ക്ക് ആരുമില്ലേ? അവൾ പറയാൻ വന്നത് വിഴുങ്ങി. ദീപൻ കുറച്ച് സമയം കൊണ്ട് അവളുടെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്നലെ രാത്രി ദീപ്തിയോട് അവൾ പങ്കുവച്ച 5 വർഷം പഴക്കമുള്ള ഒരു പ്രണയകഥയും. ജയദേവൻ ഓഫീസിലേക്ക് കടക്കും മുന്നേ വാതിൽ ഒരാൾ തുറന്നു. മോർണിംഗ് സാർ. അവനൊന്ന് പുഞ്ചിരിച്ചു. മോർണിംഗ് ആർദ്ര. നേരത്തെ എത്തിയോ? അരമണിക്കൂറായി സാർ. അത്രയൊന്നും വേണ്ടടോ. എല്ലാവർക്കും ടൈം ഒന്നല്ലേ? മറുപടിയായി അവളൊന്ന് ചിരിച്ചു. ക്യാബിനിലേക്ക് കയറി ചെയറിലിരുന്ന് അവനൊന്ന് ശ്വാസം വിട്ടു. ചോദിക്കാൻ മറന്നു. താൻ ഹോസ്റ്റലിലാണല്ലേ? അതെന്തേ? അതാണ് എളുപ്പമെന്ന് തോന്നി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
എല്ലാവരുമുണ്ട് സാർ. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി. ഓ, അവരൊക്കെ? ഏട്ടൻ ഗൾഫിലാണ്. ചേച്ചി കല്യാണം കഴിഞ്ഞു, പാലക്കാട്. ഓ, ഇപ്പോൾ താൻ മാത്രമേ ഉള്ളൂ? ഈ ജോലിയിൽ ഹാപ്പിയാണോ താൻ? അതെ സാർ. താൻ മിടുക്കിയാണ്. അതുകൊണ്ടല്ലേ ക്യാമ്പസ് സെലക്ഷനിൽ നേരിട്ട് സെലക്റ്റായി വന്നത്. ആ മിടുക്ക് ഈ ജോലിക്കാര്യത്തിലും കാണിക്കണം കേട്ടോ. ശരി സാർ. ഫസ്റ്റ് മീറ്റിംഗ് അറേഞ്ച് ചെയ്തോ? ചെയ്തു സാർ. ആര് പറഞ്ഞു തന്നു? സച്ചിൻ സാർ. എന്തേലും ഡൗട്ടുണ്ടെങ്കിൽ അവനോട് ചോദിച്ചോ. എൻ്റെ ഫ്രണ്ട് കൂടെയാണ് സച്ചിൻ. സാർ പറഞ്ഞിരുന്നു. എന്നാൽ മീറ്റിങ്ങിന് പോയാലോ? പോകാം സാർ. ഞാൻ ഒന്നുകൂടെ എല്ലാം സെറ്റ് ചെയ്തോട്ടെ? ഓ യെസ്, താങ്ക് യു സാർ. അവൾ അവന് നേരെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് പുറത്തേക്കിറങ്ങി. അവനൊരു പുഞ്ചിരിയോടെ ആ വഴി നോക്കി നിന്നു. മോർണിംഗ് ദേവ. ഒരു ചിരിയോടെ സച്ചിൻ കയറി വന്നു. ആ മോർണിംഗ്. എങ്ങനെയുണ്ട് പുതിയ PA? വന്നല്ലേ ഉള്ളൂ, കൊച്ചല്ലേ, പഠിച്ചു വരട്ടെയെല്ലാം. എന്താടാ നിനക്കൊരു ഇളക്കം? ചുമ്മാ. അങ്ങനെ ചുമ്മാ ഇതിലും മുന്നേ നീ ഇളകി കണ്ടിട്ടില്ലല്ലോ. ഇതിന് നീയല്ലേ എൻ്റെ PA ആയിരുന്നത്. നിന്നോട് എന്തിളക്കം തോന്നാനാണ്? ഓ, അപ്പോൾ കുറ്റം എൻ്റേത്. എന്താ ഈ മീറ്റിംഗ്? എല്ലാം ഓക്കെയാണ്. നീ കൂടെ വന്ന് അവളെ പരിചയപ്പെടുത്തിക്കോ. ഡോറിൽ തട്ടുകേട്ട് അവൻ്റെ ചുണ്ടിൽ വീണ്ടും ചിരി വന്നു. സാർ. സച്ചിനെ കണ്ട് അവൾ ഒന്ന് നിന്നു. എന്താ ആർദ്ര? സച്ചിൻ സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഇപ്പോൾ വന്നേ ഉള്ളൂ സാർ. മീറ്റിംഗ് ഓക്കെ, വരൂ. അവളെ ഒന്ന് നോക്കിയിട്ട് അവനൊപ്പം നടന്നു. എത്ര നാൾ പിറകെ നടന്നു എന്നാ പറഞ്ഞേ? സച്ചിൻ പതിയെ ചോദിച്ചു. 3 വർഷം. അവൾക്കറിയോ അത്? അവൻ ഇല്ല എന്ന് തലയാട്ടി. വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ടു പോകുമോ? ഏയ്, അതിനല്ലേ കയ്യോടെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. വീട്ടിൽ വിശേഷം ചോദിച്ചില്ലേ? ചോദിച്ചു. എന്നിട്ട്? അവൾക്ക് എത്ര ബന്ധുക്കളാണ്? കള്ളം പറയാൻ എങ്ങനെ പഠിക്കുന്നു എന്നാ. പാവം കൊച്ച്. അവൾക്കറിയില്ല എനിക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയാമെന്ന്. അറിയണ്ട, ഞാനൊന്ന് പ്രേമിക്കട്ടേടോ. അമ്മ അറിയണ്ട ഈ പ്രേമം. അറിയുമ്പോഴേക്കും ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. എൻ്റെ അമ്മേ, ഇത്രയൊക്കെ ചിന്തിച്ചു കൂട്ടിയോ നീ? പിന്നല്ലാതെ. നീ വാ, മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടാകും. അവൻ അകത്ത് കയറി ഉടനെ ഹാൾ നിശബ്ദമായി. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ടുഡേ ഈസ് മൈ ന്യൂ PA's ചാർജ് ഡേ. എ സ്മോൾ ചൈൽഡ് ഈസ് ജസ്റ്റ് ലേണിംഗ് എവറിത്തിങ്. ട്രസ്റ്റ് ഹെർ ആസ് യു ട്രസ്റ്റ് മീ. ഐ തിങ്ക് ഷീ വിൽ സപ്പോർട്ടഡ് ആസ് വെൽ ആസ് മീ. അവർ എല്ലാവരും ചെറിയൊരു കയ്യടിയോടെ അവളെ നോക്കി. അവൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ പക്ഷേ അവൻ്റെ ചുണ്ടിൽ ചിരിയായിരുന്നു എന്ന് മാത്രം. അന്ന് വലിയ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ കറങ്ങി നടന്നു. 4 മണി കഴിഞ്ഞപ്പോഴേ ജയദേവൻ പോകാനിറങ്ങി. സാർ, ഞാൻ ഇറങ്ങുകയാണ്. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. ശരി സാർ. 5 മണിയായാൽ ഇയാൾ ഇറങ്ങിക്കോ. ശരി സാർ. പിന്നെ എങ്ങനെ പോകുന്നേ? ബസ്സിനാണ് സാർ. ബസ്സിനാണോ? അവൻ ആലോചനയോടെ ഒന്ന് നോക്കി. അതെ സാർ. ശരി, നാളെ കാണാം. ശരി സാർ. അവൻ ഇറങ്ങിയുടനെ അവൾ ആ ക്യാബിനെ വൃത്തിയാക്കി വെച്ചു. നാളേക്ക് പണി കുറയും. സച്ചിൻ സാറേ. ആ, വാടോ. താൻ എന്നെ സച്ചിൻ എന്നൊന്നും വിളിക്കണ്ട. PA എന്നേക്കാൾ ഉയർന്ന പോസ്റ്റാണ്. അവൾക്ക് ചമ്മൽ തോന്നി. അതുപോട്ടെ, നാളെ തനിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സാർ? അത് നാളെ അറിഞ്ഞാൽ പോരെ? ഓക്കെ സാർ. നാളെ ഒരിടം വരെ പോകാനുണ്ട്. എഴുതി വെച്ചോ. വൈകിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ആരുമായിട്ടാ? ശത്രു ആയിട്ടാ? കമ്പനിക്ക് ശത്രുവൊക്കെ ഉണ്ടോ? കമ്പനി ശത്രുവല്ല, റിയൽ ശത്രു. അതുകൊണ്ടാ അവൻ കമ്പനി തുടങ്ങിയത് എന്ന് മാത്രം. ശരിക്കും എനിമിയൊക്കെ ഉണ്ടോ ജയ് സാറിന്? അവൻ തെല്ലൊരു അമ്പരപ്പോടെ അവളെ നോക്കി. എന്താ സാർ? ഏയ്, പറ സാർ. അത് അങ്ങനെ ആരും വിളിച്ചു കേട്ടിട്ടില്ല. എങ്ങനെ? ജയ് എന്ന്. അത് ഞാൻ പെട്ടെന്ന്. കുഴപ്പമുണ്ടോ? ഇല്ല, വിളിച്ചോ. അവൻ്റെ കോളേജ് ടൈമിലുള്ള ശത്രുവാണ്. ആണോ? കോളേജ് കഴിഞ്ഞ് എല്ലാം മത്സരമായി. നിങ്ങളുടെ കോളേജിൽ ക്യാമ്പസ് സെലക്ഷൻ ചെയ്യാൻ അവരുമുണ്ടായിരുന്നു. മനസ്സിലായി സാർ. യെല്ലോ ഫ്ലൈങ്സ് അല്ലേ? അതെ, എന്നെ അവർ എടുത്തതായിരുന്നു. എന്നിട്ട് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതാ J ഗ്രൂപ്പ് സെലക്ട് ചെയ്തത്. ഓ, ഇതിനെന്താ പ്രത്യേകത? സാർ, ആരോടും പറയരുത്. ഇല്ല, ഇത് യെല്ലോ ഗ്രൂപ്പിനേക്കാൾ നല്ല കമ്പനിയാണ്. സാലറി കുറവാണ്. പക്ഷേ ജയദേവൻ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാലോ എന്നോർത്തു. ഓ, അവൻ ബാച്ചിലർ ആയോണ്ടാ? ഏയ്, ചുമ്മാ ഒരിഷ്ടം. ബോസിനെ കയറി ഇഷ്ടമാണെന്നൊക്കെ ഒരു മാനേജറോട് പറയുമോ ആർദ്ര? അവൾക്ക് ഭയം തോന്നി. സോറി സാർ, വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇങ്ങനെയൊരു മോഹമുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. സാർ തെറ്റിദ്ധരിക്കില്ലേ. ആൾ നല്ല ആക്റ്റീവാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്നാ പറഞ്ഞത്. അല്ലാതെ ഞാനൊന്നും നെഗറ്റീവായി ചിന്തിച്ചില്ല സാർ. അങ്ങനെ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. സാർ എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? എന്നെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് സാർ. പറഞ്ഞു തീർന്നപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഏയ് ആർദ്ര, കരയല്ലേടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇപ്പോഴത്തെ പെൺപിള്ളേർ ഒരുവിധം അങ്ങനെയാണ്. താൻ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലടോ. അവളുടെ മുഖം തെളിഞ്ഞില്ല. സോറി സാർ. പെട്ടെന്ന് മുഖം തുടച്ച് അവൾ എഴുന്നേറ്റപ്പോൾ സച്ചിൻ വല്ലാതെയായി പോയിരുന്നു.
ജയദേവന് എത്ര പറഞ്ഞിട്ടും മതിയായില്ല. എൻ്റെ ദേവാ, ചെവി പൊട്ടിപ്പോകുമല്ലോ മനുഷ്യൻ്റെ. ഒന്ന് നിർത്തടോ. നീ മിണ്ടരുത് സച്ചി. എടാ, ഞാൻ ചുമ്മാ ആൾ എങ്ങനെയുള്ളതാണെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. ഓ, നന്നായി പോയി. ഞാൻ 3 വർഷം ടെസ്റ്റ് ചെയ്തത് പോരാഞ്ഞിട്ടാണോ നിനക്ക്? ഓ, ഞാനിപ്പോൾ എന്താ വേണ്ടേ? ആ കൊച്ചിനോട് സോറി പറയണോ? ആ, പറയണം. നാളെ ആവട്ടെ, പറയാം. പറയാതെ നീ എൻ്റെ ക്യാബിനിൽ കയറിപ്പോകരുത്. അവൻ ഫോൺ കട്ട് ചെയ്തു. പെണ്ണിനെ പറഞ്ഞപ്പോൾ കൊണ്ടു. ഈ 3 വർഷം പിറകെ നടന്നിട്ട് അവൾ അറിഞ്ഞിട്ട് പോലുമില്ല. അവൾക്ക് വേണ്ടി ഒരിക്കലുണ്ടാക്കിയ അടി പോലും അറിഞ്ഞിട്ടില്ല. ആ, പോട്ടെ, നാളെ വരുമ്പോൾ ഒരു സോറി പറഞ്ഞേക്കാം. എന്തായാലും അവൻ്റെ പെണ്ണ് എനിക്ക് അനിയത്തിയാണല്ലോ. അവൻ ചിരിയോടെ ഉറങ്ങാൻ കിടന്നു. പിറ്റേന്ന് പക്ഷേ പുഞ്ചിരിയോടെ വന്ന ആർദ്ര ആദ്യം സച്ചിനെ കണ്ടു. മോർണിംഗ് സാർ. ആ, മോർണിംഗ് ആർദ്ര. അവൾ നല്ലൊരു ചിരി സമ്മാനിച്ചു. ഇനി സോറി പറയണോ? പറഞ്ഞേക്കാം. അവനൊരു ഫയലെടുത്ത് അവൾക്കരികിലെത്തി. ആർദ്ര. എന്താ സാർ? ദാ, ഇന്ന് മീറ്റിങ്ങിനുള്ള ഫയലാണ്. നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്ക്. ശരി, താങ്ക് യു സാർ. അതെ, കുറച്ച് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തു. ആദ്യം ഇവിടെ ഇരുന്നിരുന്നത് ഞാനാണ്. ജോലിഭാരം കൂടിയപ്പോഴാണ് PA-നെ വെച്ചത്. താങ്ക് യു സാർ. അവൻ പറയുന്നതൊക്കെ ഇവിടെ സേവ് ചെയ്തിട്ടാലും മതി. ഇമ്പോർട്ടൻ്റ് ഫയലുകൾ ഒരു പെൻഡ്രൈവിൽ സേവ് ചെയ്യാൻ മറക്കരുത്. ഇല്ല സാർ. അവൻ വരാനാകുന്നതേയുള്ളൂ. പിന്നെ? അവൾ മുഖമുയർത്തി അവനെ നോക്കി. സോറി ആർദ്ര, ഞാൻ ഇന്നലെ. അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു സാർ. സാർ ചിലപ്പോൾ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ? അങ്ങനെ തോന്നി. ഓ, സമാധാനം. ഞാൻ പേടിച്ചു പോയി. അവൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. അത്രയ്ക്ക് എന്നെ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. എന്തിനാ സാർ? തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതിന്. ഓ, ആർദ്ര, തനിക്ക് കോളേജിൽ ലവ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല. അതെന്തേ? താല്പര്യമില്ലായിരുന്നോ സാർ? എനിക്ക് ജോലി അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിച്ചില്ല. ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ ശരി, പണി നടക്കട്ടെ. അവൾ ചിരിച്ചു. എന്തോ പണ്ടെങ്ങോ തനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന കറുത്ത കണ്ണടക്കാരനെ അവൾ ഓർത്തു. പക്ഷേ അവനോട് പറഞ്ഞില്ല. പറയാൻ മാത്രം ഒന്നുമില്ലായിരുന്നു. അന്നൊരിക്കൽ സാധനങ്ങൾ വാങ്ങി പണം കൊടുക്കാനാഞ്ഞപ്പോഴാണ് ബാഗ് കീറിയ കാര്യം അറിഞ്ഞത്. അതിൽ ഉപരി പണം നഷ്ടപ്പെട്ടു പോയി എന്നവൾ ഭയത്തോടെ ഓർത്തു. എന്താ കുട്ടി? ആ, അത് പൈസ കാണാനില്ല. ദേ കൊച്ചേ, ഇതുപോലെ കുറേ എണ്ണത്തിനെ കാണാറുള്ളതാണ്. വേഷം കെട്ട് എൻ്റെ അടുത്തെടുക്കല്ലേ. സത്യമാണ് ചേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കഴിച്ചതിൻ്റെ പൈസ മുതലാക്കാൻ എനിക്ക് നന്നായിട്ടറിയാം. അയാൾ വഷളത്തരത്തോടെ താടിയൊന്നും ഒഴിഞ്ഞു. എത്രയാ ഈ കുട്ടിയുടെ? കണ്ണട വെച്ച ഒരാൾ. അയാളുടെ പെർഫ്യൂം സ്മെല്ല്. ഇട്ടിരുന്ന വേഷം. 350 രൂപ. അയാൾ പോക്കറ്റിൽ നിന്ന് 500 എടുത്ത് നൽകി. ഇയാൾ പൊയ്ക്കോ. ഒന്ന് സംശയിച്ചു നിന്നു എങ്കിലും അവൾ അയാളെ ഒന്നുകൂടെ നോക്കി ഇറങ്ങി. അന്നായിരുന്നു ആദ്യമായി കണ്ടുമുട്ടിയത്. പിന്നെ കണ്ടിട്ടേയില്ല. ക്യാമ്പസ് സെലക്ഷൻ സമയത്ത് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിഞ്ഞ് കുറച്ചൊന്നുമല്ല സന്തോഷിച്ചത്. ആ സന്തോഷം ഇപ്പോൾ PA എന്ന സ്ഥാനം വരെ എത്തി നിൽക്കുന്നു. അവളുടെ ചുണ്ടിൽ ചിരിയേറി.